ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ഇൻ്റർവെല്ലാണ് ഇൻക്രീസിങ് ആവുക ഡിക്രീസിങ് ആവുക, ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡൊമൈനും തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡൊമൈൻ തരാം, ചിലപ്പോൾ ഡൊമൈൻ തരില്ല. ഡൊമൈൻ തരാത്ത കേസാണെങ്കിൽ അതിൻ്റെ ഡൊമൈൻ നമ്മൾ -∞, ഇൻഫിനിറ്റിയിൽ നോക്കുക. ഡൊമൈൻ തന്ന കേസാണ് എങ്കിൽ, തരാത്ത കേസാണ് എങ്കിലും അതിന് ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഇൻക്രീസിങ് ആവുക, ഏതൊക്കെ ഇൻ്റർവെല്ലാണ് ഡിക്രീസിങ് ആവുക, അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് വെച്ച് നമ്മൾ അതിനെ പാർട്ടീഷൻ ചെയ്ത് കണ്ടുപിടിച്ചു. ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന ഗ്രാഫിംഗ് ചെയ്യാനായിട്ട് നമുക്കതൊക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമുള്ള വേറൊരു സംഭവമാണ് കോൺകേവിറ്റി ആൻഡ് ഇൻഫ്ലക്ഷൻ പോയിന്റ്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചിട്ട് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് കണ്ടുപിടിച്ച പോലെ ഇൻഫ്ലക്ഷൻ പോയിന്റ്സ് വെച്ചിട്ട് നമുക്കതിൻ്റെ ഗ്രാഫിൻ്റെ ഓരോ ഇൻ്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ ഇൻ്റർവെല്ലിലെയും കോൺകേവിറ്റി നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം എന്താണ് കോൺകേവിറ്റി എന്നുള്ളത് നോക്കാം. എ കർവ് ഈസ് സെറ്റ് ടു ബി കോൺകേവ് അപ്വേർഡ് ഓർ കോൺകേവ് അപ്പ് അറ്റ് ഓർ നിയർ പി വെൻ അറ്റ് ഓൾ പോയിന്റ്സ് നിയർ പി ഓൺ ഇറ്റ് ലൈസ് എബവ് ദ ടാൻജന്റ് അറ്റ് പി. അപ്പം നോക്കിയേ, ഈ ഒരു ഫിഗർ നോക്കിയേ. ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എടുത്തു, അതിൽ കൂടെയുള്ള ടാൻജന്റും വരച്ചിട്ടുണ്ട്. അപ്പൊ ടാൻജന്റ് വരയ്ക്കുമ്പോൾ എപ്പോഴും ആ കർവിലെ ബാക്കി പോയിന്റ്സ്, പിയുടെ നൈബർഹുഡിലുള്ള ബാക്കി പോയിന്റ്സ്, അതായത് കർവുമ്മ വരുന്ന ഈ പോയിന്റ്സും അതുപോലെ ഈ പോയിന്റ്സും അതെപ്പോഴും ടാൻജന്റിന്റെ മുകളിൽ ലൈ ചെയ്യണം. അതാണ് കോൺകേവ് അപ്വേർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇങ്ങനെയും വരാം, അതല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വന്നാലും ഇവിടെ ഈ ടാൻജന്റിന്റെ മുകൾ വശത്താണ് ബാക്കി അതിന്റെ നൈബർഹുഡിലുള്ള കർവിന്റെ ഭാഗങ്ങളെല്ലാം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടാൻജന്റിന്റെ മുകളിലാണ് കർവ് കെടുക്കുന്നത് എങ്കിൽ അത് കോൺകേവ് അപ്പാണ്. കോൺകേവ് അപ്പാണ്. കർവിന്റെ ബാക്കി പോർഷൻസ്, പിയും പിയുടെ നൈബർഹുഡിലുള്ള ബാക്കി പോർഷൻസും ടാൻജന്റിന്റെ മുകളിലാണ് കെടുക്കുന്നതെങ്കിൽ, മുകളിൽ എന്ന് പറയുമ്പോൾ നേരെ വെച്ചിട്ട് മുകളിലാണെന്നില്ല. ഇപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും നോക്കുമ്പോൾ ഇത് റൈറ്റിൽ വന്നാലും ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഏരിയ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് കർവ് സ്മോൾ കർവ് എടുക്കുമ്പോൾ മുകളിൽ വരുന്നതും റൈറ്റിൽ വരുന്നതും ഒരുപോലെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ മുകളിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇതാ അതുപോലെ തന്നെ ഇവിടെ ടാൻജന്റ് വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ മുകളിൽ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി കേട്ടോ. ചെരിഞ്ഞൊക്കെ ഇരുന്നു എന്ന് വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ അത് മുകളിലായിരിക്കണം. ഇനി ഡൗൺവേർഡും കൂടി പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ കർവ് ഈസ് സെറ്റ് ടു ബി. അപ്പോൾ രണ്ട് ടൈപ്പിൽ കോൺകേവ് അപ്പ് വരാം. ഇത് കോൺകേവ് അപ്പും ആണ് ഡിക്രീസിങ്ങും ആണ്, അങ്ങനത്തെ കർവാണ് കേട്ടോ. ഇത് കോൺകേവ് അപ്പാണ് ഇൻക്രീസിങ്ങും ആണ്, അത്തരത്തിലുള്ള ഒരു കർവ്. ഓക്കെ, അപ്പം അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ട് തരത്തിലുള്ള കോൺകേവ് അപ്പ് വരാം. ഇത് കോൺകേവ് അപ്പും ആണ് ഡിക്രീസിങ്ങും ആണ്. അതുപോലെ ഇത് കോൺകേവ് അപ്പാണ് ഇൻക്രീസിങ് ആണ്. കോൺകേവ് അപ്പ് ഇൻക്രീസിനും കോൺകേവ് അപ്പ് ഡിക്രീസിനും പഠിച്ചു വെക്കുക കേട്ടോ, ടാൻജന്റിന്റെ മുകളിൽ കർവ് കെടുക്കുകയാണ് എങ്കിൽ. അതുപോലെ അടുത്ത കർവ് നോക്കിയേ. എ കർവ് ഈസ് സെറ്റ് ടു ബി കോൺകേവ് ഡൗൺവേർഡ് അല്ലെങ്കിൽ കോൺകേവ് ഡൗൺ അറ്റ് ഓർ നിയർ പി when at all points near P it lies below the tangent at P. ഓക്കെ, അതായത് അപ്പോൾ ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ അതാ നോക്കൂ, ഇങ്ങനെ ഒരു ടാൻജന്റ് വരച്ചപ്പോൾ ഈ ടാൻജന്റിന്റെ താഴെയായിട്ടാണ് ഈ കർവ് എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് കർവ് തന്നെ. കർവ് ഇവിടെ, ടാൻജന്റ് അതിന്റെ മുകൾ വശത്ത്. ഇവിടെയാണ് എങ്കിലും കർവ് ഇവിടെ, ടാൻജന്റ് അതിന്റെ മുകൾ വശത്ത്. അപ്പോൾ ആ രീതിയിലാണ് വരുന്നതെങ്കിൽ ഇത് കോൺകേവ് ഡൗൺവേർഡ് ആണെന്ന് പറയാം. നിങ്ങൾക്ക് ഇത് മറ്റേ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഒക്കെ ഇല്ലേ, അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് ഈ ഷേപ്പുകൾ പഠിച്ചു വെക്കുക കേട്ടോ. ഈ കർവ് നോക്കിയേ, കോൺകേവ് ഡൗണും ആണ് അതുപോലെ തന്നെ ഡിക്രീസിങ്ങും ആണ്. ഇത് കോൺകേവ് ഡൗണും ആണ് അതുപോലെ തന്നെ ഇൻക്രീസിങ്ങും ആണ്. അപ്പോൾ ഇത് കോൺകേവ് ഡൗൺ ഡിക്രീസിങ്, ഇത് കോൺകേവ് ഡൗൺ ഇൻക്രീസിങ്. പഠിച്ചു വയ്ക്കാൻ കേട്ടോ. ഗ്രാഫിങ്ങിലേക്ക് ഇതൊക്കെ ആവശ്യം വരും. ഈ ഷേപ്പ് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കാം. ഇനി എങ്ങനെയാണ് കോൺകേവിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പം അതിന് മുമ്പായിട്ട് ഡെഫിനേഷൻ ഉണ്ട്. സപ്പോസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇന്റർവെൽ ആയി, ദെൻ ദ ഗ്രാഫ് എഫ് ഈസ് കോൺകേവ് അപ്വേർഡ് ഓൺ ആയി ഇഫ് എഫ് ഡാഷ് ഈസ് ഇൻക്രീസിങ് ഓൺ ആയി. അപ്പം എഫ് ഡാഷ് ഇൻക്രീസിങ് ഓൺ ആയി ആണ് എങ്കിൽ ഗ്രാഫ് കോൺകേവ് അപ്പായിരിക്കും. The graph of f is concave downward on I if f dash is decreasing on I. f dash increasing ആണെങ്കിൽ, f ഡാഷിന്റെ കേസ് ആട്ടോ പറഞ്ഞിരിക്കുന്നത്, എഫിന്റെ കേസ് അല്ല. എഫ് ഇൻക്രീസിങ് അല്ല പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കാം. f ഡാഷ് ഇൻക്രീസിങ് ആണ് എങ്കിൽ എഫ് കോൺകേവ് അപ്പായിരിക്കും.
എഫ് ഡാഷ് ഡിക്രീസിങ് ആണ് എങ്കിൽ എഫ് കോൺകേവ് ഡൗൺവേർഡ് ആയിരിക്കും. അപ്പോൾ എഫ് ഡാഷ് എപ്പോഴാണ് ഇൻക്രീസിങ് ആവാം? നമ്മുടെ മുമ്പത്തെ ഒരു തീരം പ്രകാരം എഫ് ഇൻക്രീസിങ് ആവണമെങ്കിൽ എഫ് ഡാഷ് പോസിറ്റീവ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എഫ് ഡാഷ് ഇൻക്രീസിങ് ആവണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവായ എഫ് ഡബിൾ ഡാഷ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗ്രാഫ് കോൺകേവ് അപ്വേർഡ് ആണെന്ന് പറയാം. അതുപോലെ എഫ് ഡിക്രീസിങ് ആവണമെങ്കിൽ എഫ് ഡാഷ് നെഗറ്റീവ് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ എഫ് ഡാഷ് ഡിക്രീസിങ് ആവണമെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവായ എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 വരണം. ശരിയായോ? അപ്പൊ ഇങ്ങനെ പഠിച്ചു വെക്കാം. എഫ് ഡബിൾ ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ എഫ് കോൺകേവ് അപ്വേർഡ്, എഫ് ഡബിൾ ഡാഷ് ലെസ് ദാൻ 0 ആവുമ്പോൾ എഫ് കോൺകേവ് ഡൗൺവേർഡ്. അപ്പോൾ അതൊരു തിയറായിട്ട് പറയുന്നുണ്ട്. ലെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി ട്വൈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇന്റർവെൽ ഐ if y double dash second derivative y double dash means f double dash തന്നെ. If y double dash greater than 0 for all x in I, then the graph of f is concave upward on I. പഠിച്ചു വെക്കുക കേട്ടോ. If y double dash less than 0 for all x in I, then the graph of f is concave downward on I. ഓക്കെ. ഇനി ചിലപ്പോഴൊക്കെ ഈ നിയമം ചില കേസിലൊക്കെ ചില ഗ്രാഫിലൊക്കെ അനുസരിക്കായികയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ 1-2 എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പ്രത്യേകം ഓർത്ത് വെക്കാം. ദ കർവ് y ഈക്വൽ ടു എക്സ് ക്യൂബ് ഈസ് കോൺകേവ് ഡൗൺവേർഡ് ഓൺ -∞ 0 ആൻഡ് -∞ 0 വേർ y ഡാഷ് ഈക്വൽ ടു 6x ഈസ് ലെസ് ദാൻ 0 ആൻഡ് കോൺകേവ് അപ്വേർഡ് ഓൺ 0 വേർ y ഡബിൾ ഡാഷ് ഈക്വൽ ടു 6x ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ y ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കുറേ ടാൻജൻസ് വരച്ചേക്കണം, അതിനെക്കൊണ്ട് അത്ര ക്ലിയർ ഒന്നും അല്ല, എന്നാൽ ഏകദേശം കൊടുത്തിട്ടുണ്ട്. y ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു പീസും അതുപോലെ ഇതിങ്ങനെ ഒരു പീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയേ, ഇത് നെഗറ്റീവ് സൈഡിൽ -∞ 0 കോൺകേവ് ഡൗൺ ആണ്. അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ 6x എന്നാണ് കിട്ടുക. അത് എക്സിന്റെ വാല്യൂ ആ സമയത്ത് നെഗറ്റീവ് ആയിരിക്കില്ലേ, അതുകൊണ്ട് തന്നെ 6xന്റെ വാല്യൂ അവിടെ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അത് കോൺകേവ് ഡൗൺവേർഡ് ആണ്. പിന്നെ അതുപോലെ ഈ പീസ് നോക്കി, ഇത് കോൺകേവ് അപ്പാണ്. അവിടെ എക്സ് പോസിറ്റീവ് ആയിരിക്കും. 0 ∞ എന്നുള്ള ഇന്റർവെൽ ആണ്, അവിടെ എക്സ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 6xന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് അവിടെ ഇത് കോൺകേവ് അപ്പാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ നിയമം അനുസരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. പക്ഷേ ചിലതൊക്കെ അനുസരിക്കാത്തതുണ്ട് കേട്ടോ, 1-2 ഒക്കെ. അത് ഇനി വഴിയെ വരുന്നുണ്ട് എക്സാമ്പിൾ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കി പോവാം. ഇനി അടുത്തത് ദ പരാബോള y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് കോൺകേവ് അപ്പ് ഓൺ എവറി ഇന്റർവൽ ബിക്കോസ് y ഡബിൾ ഡാഷ് ഈക്വൽ ടു 2 വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. നമുക്ക് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം y ഡാഷ് ഈക്വൽ ടു 2x എന്നും y ഡബിൾ ഡാഷ് ഈക്വൽ ടു 2 എന്നും കിട്ടും. അപ്പോൾ ഏത് എക്സ് വാല്യൂലും അത് പോസിറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ ഏത് ഇന്റർവെല്ലായാലും y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളത് -∞ മുതൽ +∞ വരെ റേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൊമൈനായിട്ട് വരുന്ന ഒരു കർവാണ്. അപ്പോൾ ആ കർവിന്റെ എപ്പോഴും അത് പോസിറ്റീവാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഈ കർവ് ഏത് ഇന്റർവെല്ലാണെങ്കിലും അത് കോൺകേവ് അപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ അതങ്ങനെ. അടുത്ത എക്സാമ്പിള് ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് എന്താണെന്നാണ് ലാസ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് എന്താണെന്ന് നോക്കാം. ഫൈൻഡിങ് ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ്. ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചിട്ടാണോ കോൺകേവിറ്റി ചേഞ്ച് ആവുന്നത്, അല്ലെങ്കിൽ കർവ് ക്രോസസ് ഇറ്റ് ടാൻജൻസ് ഈസ് എ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. എവിടെ വെച്ചാണോ കോൺകേവിറ്റി ചേഞ്ച് ആകുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണോ കർവ് അതിന്റെ ടാൻജന്റിനെ ക്രോസ് ചെയ്യുന്നത്, ആ പോയിന്റിനെയാണ് ഇൻഫ്ലെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെ വെച്ചിട്ടാണോ കോൺകേവിറ്റി അപ്വേർഡിൽ നിന്ന് ഡൗൺവേർഡിലേക്കോ ഡൗൺവേർഡിൽ നിന്ന് അപ്വേർഡിലേക്കോ ചേഞ്ച് ആവുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണോ കർവ് അതിന്റെ ടാൻജന്റിനെ ക്രോസ് ചെയ്യുന്നത്, ആ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈൻഡിങ് ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ്. Find all the numbers c in the domain of f for which f double dash of c equal to 0 or f double dash of c does not exist. അപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചില്ലേ, എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്ന്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻഫ്ലെക്ഷൻ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്. അവിടെ എഫ് ഡാഷ് ഓഫ് സിക്ക് പകരം ഇവിടെ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആകുന്നതോ അല്ലെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്നതോ ആയ പോയിന്റ്സിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അത് ഫൈൻഡ് ചെയ്യുക. ഓക്കെ,
Determine the sign of f double dash of x to the left and to the right of each number c found in step 1. If the sign f double dash changes, then the point c comma f of c is an inflection point of f provided that the graph of f has a tangent line at p. പക്ഷെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇങ്ങനെ കണ്ടുപിടിക്കുന്ന എല്ലാ പോയിന്റ്സിലും ചില കേസ് ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യൽ കേസായിട്ട് വരുന്നുണ്ട്, താഴെ വരുന്നുണ്ട്. ചിലപ്പോൾ അത് മുഴുവനും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് അല്ലെങ്കിൽ മുഴുവനും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ജസ്റ്റ് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്തിട്ടേ അത് ഉറപ്പ് വിചാരിക്കാൻ പാടുള്ളൂ. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിന്റെ ഇങ്ങനെ നമ്മൾ സി കണ്ടുപിടിച്ചില്ലേ, ഫസ്റ്റ് ഇതിൽ സി കണ്ടുപിടിച്ചു. എന്നിട്ട് ആ സിയുടെ ലെഫ്റ്റിലും എഫ് ഡബിൾ ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്യണം, റൈറ്റിലുള്ള പോയിന്റ്സിലും എഫ് ഡബിൾ ഡാഷിന്റെ സൈൻ ചെക്ക് ചെയ്യണം. എഫ് ഡബിൾ ഡാഷിന് രണ്ട് സൈഡിലും സെയിം സൈൻ ആണ് എങ്കിൽ ആ പോയിന്റ് ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആയിരിക്കില്ല. സൈൻ ചേഞ്ച് വന്നാൽ മാത്രം, പ്ലസിൽ നിന്ന് മൈനസിലേക്കോ മൈനസിൽ നിന്ന് പ്ലസിലേക്കോ ഒരു സൈൻ ചേഞ്ച് വന്നാൽ മാത്രമേ അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ് എന്ന് ഉറപ്പിക്കാനായിട്ട് പാടുള്ളൂ. കാരണം അത് ഒന്ന് രണ്ട് ഫങ്ഷൻസ് അതിനൊന്ന് വയലേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ടേ നമ്മൾ ഉറപ്പിക്കാൻ പാടുള്ളൂ. ജസ്റ്റ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആകുന്നതോ എഫ് ഡബിൾ ഡാഷ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ് ആകുന്നതോ മാത്രം നോക്കിയാൽ പോരാ. അങ്ങനെയുള്ള പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് അവരുടെ ലെഫ്റ്റിലും റൈറ്റിലും എഫ് ഡബിൾ ഡാഷിന്റെ സൈൻ എന്താന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. സെയിം സൈൻ ആണ് എങ്കിൽ, ലെഫ്റ്റിലും റൈറ്റിലും സെയിം സൈൻ ആണ് എങ്കിൽ അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആവില്ല. ഡിഫറെന്റ് സൈൻസ് ആണെങ്കിൽ മാത്രമേ അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു എക്സാമ്പിള് എസ് ഈക്വൽ ടു 2 പ്ലസ് കോസ് ടി ആണ്. എസ് ഡബിൾ ഡാഷ് ഓഫ് ടി എടുക്കുമ്പോൾ മൈനസ് കോസ് ടി ചെയ്ത് നോക്കാം കേട്ടോ, അപ്പോൾ കിട്ടും. അപ്പോൾ മൈനസ് കോസ് ടി ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ കോസ് ടി ഈക്വൽ ടു 0. കോസ് ടി എവിടെയൊക്കെ 0 ആവുക, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ. അപ്പോൾ മൈനസ് ഒന്നും എടുക്കണ്ട, പ്ലസ് ആയിട്ടുള്ളത് മാത്രം എടുത്താൽ മതി. അപ്പോൾ π/2, 3π/2, 5π/2 അങ്ങനെയാണ് കിട്ടുക അല്ലേ. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എടുത്തുകൊണ്ട് പോസിറ്റീവ്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇവരാണ് ഇതിന്റെ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻസ് വരിക. ജസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളൂ, ഇവിടെ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. ചില കേസിൽ ഞാൻ പറഞ്ഞില്ലേ അത് വേണ്ടി വരില്ല, ഒന്ന് രണ്ട് കേസിൽ മാത്രമാണ് അതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നുള്ളൂ. ജസ്റ്റ് ചിലപ്പോൾ കണ്ടുപിടിച്ചാൽ മതിയാവും. ഇനി ഇതൊന്ന് നോക്കി നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3. വൈ ഡാഷ് ഇവിടെ കണ്ടിട്ടുണ്ട്, വൈ ഡബിൾ ഡാഷ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, താഴത്തേക്ക് ഇറക്കാം കേട്ടോ. അപ്പോൾ ന്യൂമറേറ്റർ ഇതൊരിക്കലും 0 ആവില്ല, കാരണം ന്യൂമറേറ്ററിൽ 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഡിനോമിനേറ്ററിലേക്ക് പോകും. പിന്നെ അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്സ് വരും. അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 ആണ് അൺഡിഫൈൻഡ് ആകുന്ന പോയിന്റ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, വൈ ഡബിൾ ഡാഷിന്റെ സൈൻ. അപ്പോൾ വൈ ഡബിൾ ഡാഷിന്റെ സൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വൈ ഡബിൾ ഡാഷിന്റെ സൈൻ ചേഞ്ച് ആവുന്നില്ല. എക്സിന്റെ അതായത് 0യുടെ റൈറ്റിലും ലെഫ്റ്റിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 0യുടെ ലെഫ്റ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു -1ഉം 0യുടെ റൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു +1ഉം എടുത്തിട്ട് വൈ ഡബിൾ ഡാഷിന്റെ സൈൻ, രണ്ട് ഏരിയയിൽ നിന്നും ഓരോ വാല്യൂ എടുത്തിട്ട് വൈ ഡബിൾ ഡാഷിന്റെ സൈൻ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അവിടെ നമുക്ക് എന്തില്ല, വൈ ഡബിൾ ഡാഷ് ഡസ് ചേഞ്ച് സൈൻ, സോറി ഇവിടെ സൈൻ ചേഞ്ച് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെയ്ത് നോക്കിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് പറഞ്ഞു പോയത്. നിങ്ങൾ ചെയ്ത് നോക്കുക. വൈ ഡബിൾ ഡാഷിന്റെ സൈൻ ഇവിടെ നിന്ന് -1 കൊടുത്ത് ചെയ്ത് നോക്കുക, ഇപ്പുറത്തുനിന്ന് +1 കൊടുത്ത് ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പൊ ഇവിടെ നിന്ന് എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ ഈ ഭാഗത്ത് പോസിറ്റീവ് ആണെന്നും ഈ ഭാഗത്ത് നെഗറ്റീവ് ആണെന്നും കിട്ടും. ലെഫ്റ്റിൽ പോസിറ്റീവ് ആണെന്നും റൈറ്റിൽ നെഗറ്റീവ് ആണെന്നും കിട്ടും. അപ്പൊ അവിടെ ഒരു സൈൻ ചേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ സൈൻ ചേഞ്ച് ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നത്, ഞാൻ ചെയ്ത് നോക്കിയിരുന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ ഒരു സൈൻ ചേഞ്ച് ഉണ്ട്. സൈൻ ചേഞ്ച് ഉള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയുന്നത് അത് ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ് എന്ന് ഉറപ്പിച്ച് പറയാം. സൈൻ ചേഞ്ച് ഇല്ലെങ്കിലാണ് നമുക്കതൊരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ അല്ല എന്ന് പറയേണ്ടി വരിക കേട്ടോ. അപ്പം അതും കൂടെ ഒന്ന് ഉറപ്പിക്കണം. എല്ലാ പ്രോബ്ലത്തിലല്ലെങ്കിലും ചില പ്രോബ്ലത്തിലെങ്കിലും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ കുറേ നമ്പേഴ്സ് വരുന്ന മുകളിലെ പ്രോബ്ലത്തിൽ അത് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിൽ നോക്കി ആ കോഴ്സിന്റെ പ്രോബ്ലം പറഞ്ഞില്ലേ, അതിൽ കുറേ പോയിന്റ്സ് വരുന്നുണ്ട്. അവിടെ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കണം നിർബന്ധമില്ല. അവിടെ കുറേ പോയിന്റ്സ് വരുന്നുണ്ട്, പോസിബിലിറ്റീസ് മാത്രം എഴുതിയാൽ മതി. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 0 ഒരു പോസിബിലിറ്റി ആണെന്നുള്ളതും എന്നിട്ട് അതിന്റെ സൈനും കൂടി എഫ് ഡബിൾ ഡാഷിന്റെ അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷിന്റെ സൈനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഓക്കെ.